പ്രകൃതിയെ സ്നേഹിച്ച് വേദനിക്കുന്നവരോടൊപ്പം മനസ്സുറപ്പിച്ച് ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഇല്ലായ്മകളിൽ ക്രിസ്തുവിനെ പ്രണയിച്ച് അസീസിയുടെ തെരുവോരങ്ങളിൽ സ്വർഗീയ പിതാവിനെ ആബ എന്ന് സ്നേഹപൂർവ്വം വിളിച്ച ഒരു ക്രിസ്തു ശിഷ്യൻ. ദാരിദ്ര്യത്തെ മണവാട്ടിയായും ബ്രഹ്മചര്യത്തെ ജീവിത നിമന്ത്രണമാക്കി മാറ്റിയും അനുസരണത്തെ തൻ്റെ ഹൃദയത്തുടിപ്പിനോട് ചേർത്ത് വെച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ നയിച്ചത് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലികളെയും അണിയിച്ചൊരുക്കുന്ന ദൈവപിതാവിൻ്റെ പരിപാലനമാണ്. ജന്മവും കർമ്മവും സമ്മാനിക്കുന്ന പിതൃത്വങ്ങൾക്കും അപ്പുറം സ്വർഗം കനി നൽകുന്ന പുത്രസ്ഥാനത്തെ ആത്മാവിനോട് ചേർത്ത് സർവപ്രപഞ്ചത്തോടും സാഹോദര്യം സൂക്ഷിച്ചുകൊണ്ട് വിരിയുന്ന പൂവിലും ഒഴുകുന്ന പുഴയിലും ദൈവകരം ദർശിച്ച് വചനത്തിന്റെ വിത്തുപാകിയ ക്രിസ്തുദാസൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രമാത്രം: പരിശുദ്ധമായ ലാളിത്യവും ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെതുമായ എല്ലാ ജ്ഞാനത്തെയും തോൽപ്പിക്കുക. അപ്പോൾ മിഴിയുയർത്തി സ്വർഗം കാണുവാനുള്ള ഉൾക്കാഴ്ച തെളിയും. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന പ്രകൃതി സ്നേഹിയായ പരിസ്ഥിതിയുടെ അപ്പസ്തോലനായ ഈ വിശുദ്ധന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്കും കിളികളോടും കാറ്റിനോടും മഴയോടും മേഘത്തോടുമൊപ്പം ദൈവത്തെ സ്തുതിക്കാം, പ്രകൃതിയെ സ്നേഹിക്കാം.